ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? സംശയമൊന്നുമില്ല, പാകിസ്ഥാൻ തന്നെയാണ്. ആ പാകിസ്ഥാനെ തോൽപ്പിക്കാൻ ഒരു അവസരം കിട്ടിയ ഇന്ത്യ പാഴാക്കുകയില്ല. അതിപ്പോൾ യുദ്ധത്തിലായാലും ശരി തന്നെയാണ്, ക്രിക്കറ്റിലായാലും ശരി തന്നെയാണ്. ആ പാകിസ്ഥാനെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ഒറ്റയ്ക്ക് തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചേ പറ്റൂ. ഞാൻ പറയുന്നതല്ല, UN പറയുന്നതാണ്. UN മനസ്സിലായില്ലേ? ഐക്യരാഷ്ട്രസഭ ഇന്നലെ ഒരു കണക്ക് പുറത്തു വിട്ടിട്ടുണ്ട്. ആ കണക്കനുസരിച്ച് ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഉത്തർപ്രദേശ് പാകിസ്ഥാനെ തോൽപ്പിച്ചിരിക്കുകയാണ്. സംശയമുണ്ടോ? സംശയം വേണ്ട. പാകിസ്ഥാനിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 23,75,00,000 എന്നാൽ ഉത്തർപ്രദേശിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 23,78,00,000. മലയാളികളോട് പ്രത്യേകിച്ച് പറയുകയാണ്, ഉത്തർപ്രദേശിനെ ഇനി അധികം പുച്ഛിക്കരുത്. ഒന്നുമില്ലെങ്കിലും ഒറ്റയ്ക്ക് പാകിസ്ഥാനെ തോൽപ്പിച്ച ഒരു സംസ്ഥാനമാണ്. പിന്നെ ലോക ജനസംഖ്യയുടെ ആ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ് സ്വന്തമായിട്ടൊരു രാജ്യമായിരുന്നു എങ്കിൽ ഇപ്പോൾ ലോക ജനസംഖ്യയുടെ കാര്യത്തിൽ 5ാം സ്ഥാനത്ത് നിൽക്കാനുള്ള ശേഷി ഉത്തർപ്രദേശിന് മാത്രമുണ്ട്. ലോക ജനസംഖ്യ 800 കോടിയൊക്കെ ആയവർ അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലേ? ഈ ലോക ജനസംഖ്യ 800 കോടി ആകുമ്പോഴും ചൈന തന്നെയാണ് ലോക ജനസംഖ്യയിൽ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. ചൈനയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 142,58,00,000. നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 142,08,00,000. നമ്മൾ 2ാം സ്ഥാനത്താണ്. ഒന്നാഞ്ഞു പിടിച്ചാൽ ഈ 50 ലക്ഷം കൂടെ കവർ ചെയ്ത് ചൈനയെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സമീപ ഭാവിയിൽ തന്നെ ഇന്ത്യ ചൈനയെ തോൽപ്പിച്ചു എന്നൊരു വാർത്ത നമുക്ക് കേൾക്കാൻ കഴിയും. അത് ജനസംഖ്യയുടെ കാര്യത്തിലായിരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ അമേരിക്ക അറിയാലോ, ലോക പോലീസായ അമേരിക്കയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 33,88,00,000. നമ്മുടെ UP ഒന്ന് വിചാരിച്ചാൽ അമേരിക്കയെ തോൽപ്പിച്ച് 3ാം സ്ഥാനം കൈവരിക്കാൻ കഴിയും എന്നുള്ള കാര്യവും നമ്മൾ മറക്കണ്ട. ഈ 2050 ആകുമ്പോൾ ലോകത്തെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് 970 കോടിയോ 1000 കോടിയോ ഒക്കെ ആകും എന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, 2100 ആകുമ്പോൾ ലോക ജനസംഖ്യ 1040 കോടി ആകുമെന്നും അതിനു മുകളിലേക്ക് ജനസംഖ്യ വർദ്ധിക്കാൻ യാതൊരുവിധ സാധ്യതകളുമില്ല എന്നുമാണ് ഐക്യരാഷ്ട്രസഭ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് വിജയത്തിൻ്റെ കണക്കുകൾ തന്നെയാണുള്ളത്. ചൈനയും നമ്മളായിട്ടുള്ള അന്തരം കുറഞ്ഞു. നമ്മുടെ ഉത്തർപ്രദേശ് പാകിസ്ഥാനെ തോൽപ്പിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചൈനയെ തോൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ജനസംഖ്യയുടെ കാര്യത്തിൽ നമ്മൾ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുന്നേറ്റം തുടരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹവും ആശംസയും.